ഗ്ലോറി ബി ടു ഗോഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ ദിവസം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിന്റെ സ്തുതി നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. അത് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 13-ാം വചനം. എന്നാറേ അവൾ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുപോ എന്ന് പറഞ്ഞ് തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. Genesis chapter 16 verse 13. She gave this name to the Lord who spoke to her. You are the God who sees me. For she said, I have now seen the one who sees me. Amen. അതെ, നമ്മെ കാണുന്നൊരു ദൈവമുണ്ട്. നാം ഏത് സാഹചര്യത്തിലായിരുന്നാലും എപ്പോഴും നമ്മെ കാണുന്ന, ഉറങ്ങാത്ത, മയങ്ങാത്ത ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നു. പല സാഹചര്യങ്ങളിലും ചിലപ്പോൾ മനുഷ്യർ നമ്മെ കാണുന്ന സ്തോത്രം ചില പ്രതിസന്ധികളായിരിക്കുമ്പോൾ എല്ലാവർക്കും നമ്മെ കാണുവാൻ കഴിയും. എല്ലാവരും കാണുന്ന രീതിയിലുള്ള പ്രതിസന്ധികളായിരിക്കാം നാം അനുഭവിക്കുന്നത്. എന്നാൽ പലപ്പോഴും രഹസ്യമായി ആരോരും കാണാതെ, ആരോരും അറിയാതെ നീറിപ്പുകയുന്ന വേദനയോടും കണ്ണുനീരോടുമായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് കർത്താവ് സംസാരിക്കുന്നു. നിങ്ങളെ കാണുന്നൊരു കണ്ണുണ്ട്, നിങ്ങളെ കേൾക്കുന്നൊരു കാതുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതേ അധ്യായം തന്നെ അതിൻ്റെ 11-ാം വചനത്തിൽ വായിക്കുന്നു, നീ ഗർഭിണിയല്ലോ, നീ ഒരു മകനെ പ്രസവിക്കും, യഹോവ നിന്റെ സങ്കടം കേൾക്കൊണ്ട് അവൻ ഇശ്മായേൽ എന്ന പേർ വിളിക്കണം. അപ്പോൾ കാണുന്ന ദൈവം മാത്രമല്ല, സങ്കടങ്ങളെ കേൾക്കുന്ന ദൈവമാണ്. Yes, Genesis chapter 16 verse 11. The angel of the Lord also said to her, You are now pregnant and you will give birth to a son. You shall name him Ishmael, for the Lord has heard your misery. Hallelujah. നാം ഇന്ന് അനുഭവിക്കുന്ന നമ്മുടെ മിസറീസ്, നമ്മുടെ സങ്കടങ്ങളെ കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. അതേ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. ഹാഗർ സാറയുടെ അടുക്കൽ നിന്ന് ഓടിപ്പോവുകയായിരുന്നു. മരുഭൂമിയിൽ വെച്ചാണ് യഹോവയുടെ ദൂതൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ഹാഗറിനോട് സംസാരിക്കുകയും വാഗ്ദത്തങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഹാഗറിന് അറിയത്തില്ലായിരുന്നു. ഹാഗറിന് തൻ്റെ സങ്കടം പറയുവാൻ ആരും തന്നെ ഇല്ലായിരുന്നു. തൻ്റെ സങ്കടങ്ങൾ കേൾക്കുവാൻ ആർക്കും മനസ്സില്ലായിരുന്നു. ഹല്ലേലൂയ. ആരും തൻ്റെ കൂടിയില്ല. സ്തോത്രം. തന്നെ അറിയുന്നവർ തന്നെ മനസ്സിലാക്കുന്നില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ ദൈവം ഹാഗറിനോട് പറയുന്നു, ഹല്ലേലൂയ, ഞാൻ നിൻ്റെ സങ്കടങ്ങൾ കേൾക്കുന്നുണ്ട്. യഹോവ നിൻ്റെ സങ്കടം കേൾക്കുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ആരോടും തുറന്നു പറയുവാൻ കഴിയാതെ നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ സങ്കടങ്ങളെ, നമ്മുടെ വ്യാകുലങ്ങളെ അറിയുന്നൊരു കർത്താവുണ്ട്. നമ്മുടെ സങ്കടങ്ങളുടെ ശബ്ദം കേൾക്കുന്നൊരു ദൈവമുണ്ട്. ആ കർത്താവ് നമ്മെ കാണുന്നുണ്ട്. നിശ്ചയമായി നമ്മെ ദൈവം അനുഗ്രഹിക്കും. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ 17-ാം വചനത്തിൽ വായിക്കുന്നു, ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. ദൈവത്തിൻ്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗറിനെ വിളിച്ചു. അവളോട്, ഹാഗറേ, നിനക്കെന്ത്? നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. അപ്പോൾ 16-ാം Genesis chapter 21 verse 17. God heard the boy crying. An angel of God called to Hagar from heaven and said to her, What is the matter, Hagar? Do not be afraid. God has heard the boy crying and he lies there. Hallelujah. 16-ാം അധ്യായത്തിൽ ഈ ബാലൻ്റെ അമ്മ സങ്കടത്തോടെ മരുഭൂമിയിൽ കൂടി നടക്കുന്നത് ദൈവം കാണുന്നു. അവളുടെ സങ്കടം ദൈവം കേൾക്കുന്നു. ഈ മകനെക്കുറിച്ചുള്ള വാഗ്ദത്തം കൊടുക്കുന്നു. എന്നാൽ 21-ാം അധ്യായത്തിൽ മകൻ്റെ പിതാവ്, അതായത് 13-ാം വചനത്തിൽ ദൈവം തന്നെ അബ്രഹാമിനോട് പറയുന്നു, ദാസിയുടെ മകനെയും ഞാൻ ഒരു ജാതിയാക്കും, അവൻ നിന്റെ സന്തതിയല്ലോ എന്ന് അരുളി ചെയ്യും. ഹല്ലേലൂയ. അവനെ ജനിപ്പിച്ച അബ്രഹാം ആ ദാസിയെയും ആ മകനെയും പറഞ്ഞയക്കുന്നു. വീട്ടിൽ നിന്ന് അപ്പവും ഒരു തിരുത്തി വെള്ളവുമായിട്ട് ഭവനത്തിൽ നിന്ന് ഇറക്കി വിടുന്നത് പോലെ പറഞ്ഞയക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ കുറച്ചു നേരം കഴിയുമ്പോൾ ആ തുരുത്തിയിലിരുന്ന വെള്ളം ചിലവായി. അപ്പോൾ ആ അമ്മയ്ക്ക് ഹാഗറിന് ഉറപ്പായി മകൻ മരിച്ചു പോകും. കാരണം മരുഭൂമിയാണ്. ബർശിബ മരുഭൂമിയിൽ കൂടി ഉഴന്നു നടക്കുക
ബാലൻ എന്തായാലും മരിച്ചു പോകും ഉറപ്പായതുകൊണ്ട് ബാലനെ ഒരു കുറുങ്കാട്ടിൽ തണലിലിട്ടു. അവൾ പോയി അതിനെതിരെ ഒരു അമ്പൽപാട് ദൂരത്ത് നിന്നു. അമ്മേ, കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കരയുക. എന്നാൽ ഈ ഹാഗറിൻ്റെ കരച്ചിലല്ല ഇപ്പോൾ ദൈവം കേട്ടത്, ബാലൻ്റെ നിലവിളി കേട്ടു. ആമേൻ, സ്തോത്രം. അബ്രഹാം ബാലനെ മനസ്സിലാക്കുന്നില്ല, ബാലനെയും പറഞ്ഞയക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ പ്രസവിച്ച അമ്മ ആമേൻ ബാലനെ ഒറ്റയ്ക്കാക്കിയിട്ട് ആമേൻ മരണം കാണണ്ട എന്ന് പറഞ്ഞ് അവർ മാറി നിൽക്കുന്നു, ദൂരെ നിൽക്കുന്നു. ബാലൻ്റെ അടുക്കൽ ആരും തന്നെയില്ല. ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെ അനുഭവത്തിൽ ആമേ സ്തോത്രം ഭീതിയിൽ ഹല്ലേലൂയ മരണത്തോട് ആ പൈതൽ ആമേ മല്ലിടിച്ച് നിലവിളിക്കുന്നു. ഹല്ലേലൂയ. ആ പൈതലിൻ്റെ പ്രാണൻ മരണത്തോടടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആമേ സ്തോത്രം ആമേ ആ ബാലൻ ഇരിക്കുന്നിടത്ത് ആരും തന്നെയില്ല, അപ്പനുമില്ല, അമ്മയുമില്ല. ഹല്ലേലൂയ. എന്നാൽ ദൈവം പറയുന്നു, ഹാഗർ നീ ഭയപ്പെടേണ്ട. ദൈവം ബാലൻ്റെ നിലവിളി കേട്ടു. അവൻ ഇരിക്കുന്നിടത്ത് അവൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവൻ്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ഏത് അവസ്ഥയിലായിരുന്നാലും ഹല്ലേലൂയ, നാം ചെറിയവരോ വലിയവരോ മുതിർന്നവരോ യൗവനക്കാരോ ആരായിരുന്നാലും കർത്താവ് നമ്മുടെ നിലവിളി കേൾക്കും. കർത്താവ് നമ്മുടെ സങ്കടങ്ങളെ കേൾക്കും. ഇവിടെ ഈ ബാലൻ്റെ നിലവിളി കേട്ട ദൈവം അവന് വേണ്ടി ഒരു നീരുറവിനെ അവിടെ ആമേൻ സ്തോത്രം തുറന്നിരുന്നു. സ്തോത്രം. എന്നാൽ ഹാഗറിനെ കണ്ണു തുറന്നു അവൾ ആ നീരുറവിൽ നിന്നെടുത്ത് ആമേൻ വെള്ളമെടുത്ത് ബാലനെ കുടിപ്പിച്ചു എന്ന് നാം വായിക്കുന്നു. ദൈവം ബാലനോട് കൂടി ഉണ്ടായിരുന്നു എന്ന് നാം വായിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ആമേൻ സ്തോത്രം. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ, വാഗ്ദത്തമുണ്ടെങ്കിൽ, എത്ര മരുഭൂമിക്കോ അവൻ വെള്ളമില്ലാത്ത ഉണങ്ങി വരേണ്ട സാഹചര്യത്തിനോ ആമേൻ സ്തോത്രം സ്തോത്രം ഒറ്റപ്പെടലിനോ വേദനകൾക്കോ നമ്മെ തകർത്ത് കളയുവാനോ നമ്മെ നശിപ്പിച്ച് കളയുവാനോ സാധ്യമല്ല. ദൈവം നമ്മുടെ സങ്കടങ്ങളെ കേൾക്കുന്നു, നമ്മുടെ നിലവിളി കേൾക്കുന്നു, നമ്മെ കാണുന്നു. ഈ ദൈവം ഇന്നും നമ്മോട് ഓരോരുത്തരോടും സംസാരിക്കുന്നു. ഹല്ലേലൂയ. നമ്മെ കാണുന്ന ദൈവത്തെ ആമേൻ സ്തോത്രം ഈ നാളുകളിൽ നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാം. നമ്മുടെ സങ്കടങ്ങളെ കേൾക്കുന്ന, നിലവിളി കേൾക്കുന്ന ദൈവസന്നിധിയിൽ വീണ്ടും നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം. ഹാഗറിന് വേണ്ടി, തൻ്റെ പൈതലിന് വേണ്ടി കരുതിയ ദൈവം നമുക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. തക്ക സമയത്ത് കർത്താവ് എല്ലാം വെളിപ്പെടുത്തും, നമ്മെ അനുഗ്രഹിക്കും. ഈ വചനങ്ങളാൽ ദൈവം മേലെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ അങ്ങനെ നിങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്കായി സ്തോത്രം. അതേ നാഥാ, കർത്താവ് ഞങ്ങളുടെ സങ്കടങ്ങളെ കേൾക്കുന്ന, നിലവിളികളെ കേൾക്കുന്ന കർത്താവ്, ഞങ്ങളെ കാണുന്ന അങ്ങേക്ക് നന്ദി, അങ്ങേക്ക് നന്ദി. ഇത്രത്തോളം ഞങ്ങളെ നടത്തിയല്ലോ. ഈ 4-ാം മാസത്തിൻ്റെ അവസാനത്തിനും കാണുവാൻ സ്വർഗത്തിലെ ദൈവമേ സഹായിച്ചുവല്ലോ കർത്താവെ. ഈ ദൈവം ഇനിയും ജീവപര്യന്തം ഞങ്ങളെ വഴിനടത്തുന്ന ക്രമിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഭാരങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ, കണ്ണുനീരിൻ്റെ അനുഭവങ്ങളൊക്കെ കർത്താവേ അങ്ങതൊക്കെ കർത്താവ് നന്മയ്ക്കായി മാറ്റി അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ വരവിനായി ഒരുക്കണം. പ്രാർത്ഥന കിട്ടുന്നതാണ് സ്തോത്രം. യേശുവിൻ്റെ വികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you.